ഗസയിൽ ഹമാസിനെ അമർച്ച ചെയ്യണമെന്ന ഇസ്രായേൽ നിലപാടിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നതായി യു.എസ്. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഗസയിലെ രണ്ടാംഘട്ട വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാൻ തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് യു.എസ്. സ്റ്റേറ്റ് സെക്രട്ടറിയുടെ പ്രതികരണം. ഇസ്രായേലിൽ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തിയ റൂബിയോ പലസ്തീനികളെക്കുറിച്ച് ഒന്നും പറയാൻ കൂട്ടാക്കിയില്ല. റഫീൽ 2 പലസ്തീൻ പോലീസുകാരെ വെടിവെച്ചു കൊന്ന ഇസ്രായേൽ മൊബൈൽ വസതികളും യന്ത്രസാമഗ്രികളും കൈമാറാനും വിസമ്മതിച്ചു. ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ നാളെ യോഗം ചേർന്ന് തുടർ ചർച്ച സംബന്ധിച്ച് തീരുമാനം കൈക്കൊള്ളും. MC നാസർ ദുബൈയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. നാസർ, ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ജനുവരി 20 ട്രംപ് അധികാരത്തിലേറ്റതിന് പിന്നാലെ വലിയൊരു സമാധാനത്തിലേക്ക് പുലരും എന്ന രീതിയിലുള്ള സാഹചര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അതിനു പിന്നാലെ വന്ന അമേരിക്കയുടെ പ്രസ്താവനയൊക്കെ സാഹചര്യങ്ങൾ കൂടുതൽ രൂക്ഷമാക്കുകയായിരുന്നു. ഇന്നിപ്പോൾ യു.എസ്. സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും അത്തരത്തിൽ തന്നെ ഒരു പ്രതികരണമാണല്ലേ ഉണ്ടാകുന്നത്? സ്നേഹ, തീർച്ചയായിട്ടും ജനുവരി 19 നിലവിൽ വന്ന ഈ വെടിനിർത്തൽ കരാറിന്റെ തുടർഘട്ടങ്ങൾ സംബന്ധിച്ച് വലിയ ആശങ്കയും അവ്യക്തതയും നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് യു.എസ്. സ്റ്റേറ്റ് സെക്രട്ടറിയുടെ മേഖലാ പര്യടനം ആരംഭിച്ചിരിക്കുന്നത്. ഒരാഴ്ചക്കാലമായിരിക്കും അദ്ദേഹം ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ തങ്ങി നിലവിലുള്ള ഈ പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുക. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, ഏറ്റവും പ്രധാനപ്പെട്ട 2-3 രാജ്യങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തുന്നില്ല എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വരുന്നത്. ഒന്ന് ഈജിപ്താണ്, മറ്റൊന്ന് ജോർദാനാണ്. കാരണം ഈ 2 രാജ്യങ്ങളായിരിക്കണം പലസ്തീനികളെ ഏറ്റെടുക്കേണ്ടത്. തുടർന്ന് ഗസ തങ്ങൾ ഏറ്റെടുക്കും എന്നതായിരുന്നു നേരത്തെ ട്രംപിന്റെ പ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഖത്തറിലും, മധ്യസ്ഥ രാജ്യമായിട്ടുള്ള ഖത്തറിലും യു.എസ്. സ്റ്റേറ്റ് സെക്രട്ടറി പര്യടനം നടത്താൻ സാധ്യതയില്ല എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വരുന്നത്. അതേസമയം UAE, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ യു.എസ്. സ്റ്റേറ്റ് സെക്രട്ടറി പര്യടനം നടത്തുന്നുണ്ട്. പക്ഷേ ഇന്ന് അദ്ദേഹം നെതന്യാഹുവുമായി ചർച്ചയെ തുടർന്ന് നടത്തിയ പ്രതികരണത്തിൽ ഏറെക്കുറെ നെതന്യാഹുവിന്റെ അതേ നിലപാടിനെ പൂർണ്ണമായിട്ടും ശരിവെക്കുകയായിരുന്നു. പ്രധാനമായിട്ടും ഹമാസിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക എന്ന ഇസ്രായേലിന്റെ അജണ്ടയെ ശരിയായ അർത്ഥത്തിൽ തന്നെ തങ്ങൾ പിന്തുണയ്ക്കുന്നു എന്നുകൂടി യു.എസ്. സ്റ്റേറ്റ് സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ചർച്ചയിൽ ഹമാസും ഇസ്രായേലിൽ നടക്കുന്ന ആ ചർച്ചയെ പോലും ഒരുപക്ഷെ ഗതിമാറ്റാനിടയുള്ള പ്രതികരണം കൂടിയാണ് യു.എസ്. സ്റ്റേറ്റ് സെക്രട്ടറി നടത്തിയിരിക്കുന്നത്. എന്തായാലും തുടർ നീക്കങ്ങൾ, പ്രധാനമായിട്ടും ഈ 2-3 ഘട്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എത്ര കണ്ട് മുന്നോട്ട് പോകുമെന്ന ഒരു ആശങ്ക ഇപ്പോൾ പോലും രൂപപ്പെട്ടിട്ടുണ്ട്. നാളെ ഇസ്രായേൽ സംഘം കെയ്റോയിലേക്ക് യാത്ര തിരിക്കാൻ നെതന്യാഹു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷെ അത് ആദ്യഘട്ട വെടിനിർത്തലിന്റെ തുടർ നീക്കങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ ആലോചിക്കാൻ വേണ്ടി മാത്രമാണ് എന്നുകൂടി നെതന്യാഹു അറിയിച്ചിട്ടുണ്ട്. പക്ഷേ നാളെ രാവിലെ ഇസ്രായേലിന്റെ സുരക്ഷാ മന്ത്രിസഭ യോഗം ചേരുന്നുണ്ട്. ആ യോഗം വളരെ നിർണായകമായിരിക്കും. കാരണം 2ാം ഘട്ടത്തിൽ എന്ത് സ്വീകരിക്കണം, ഏത് നിലപാടുമായിട്ട് മുന്നോട്ട് പോകണം എന്നത് സംബന്ധിച്ച ഒരു തീരുമാനം കൈക്കൊള്ളുന്നത് നാളെ രാവിലെ ചേരുന്ന ഈ ഇസ്രായേലിന്റെ സുരക്ഷാ മന്ത്രിസഭാ യോഗത്തിലായിരിക്കും. അതിനുശേഷം മാത്രമായിരിക്കും ഈ തുടർ ചർച്ചകൾ മുന്നോട്ട് പോകുമോ, അതല്ല നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ വീണ്ടും ഗസക്ക് നേരിട്ടുള്ള ആക്രമണവുമായിട്ട് മുന്നോട്ട് നീങ്ങാനായിരിക്കുമോ ഇസ്രായേൽ തീരുമാനിക്കുക, അതിന് അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകും ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നാളെ ചേരുന്ന ഈ മന്ത്രിസഭാ യോഗത്തോടു കൂടി മാത്രമായിരിക്കും രൂപപ്പെടുക. നിലവിലുള്ള സാഹചര്യത്തിൽ 2-3 ഘട്ട വെടിനിർത്തലിന്റെ അനിശ്ചിതത്വം തന്നെ തുടരുകയാണ്. അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് യു.എസ്. സ്റ്റേറ്റ് സെക്രട്ടറി പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ പോലും പ്രായോഗികമായിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു നടപടിക്രമവും ആരംഭിച്ചിട്ടില്ല എന്നതുകൂടിയാണ് ഈ ഘട്ടത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത്. ശരി, ഗസയിൽ ഹമാസിനെ അമർച്ച ചെയ്യണമെന്ന ഇസ്രായേൽ നിലപാടിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ് യു.എസ്. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഗസയിലെ 2ാം ഘട്ട വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാൻ തിരക്കിട്ട നീക്കങ്ങളും നടക്കുകയാണ്. MC നാസർ ദുബായിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.